ഓം പരബ്രഹ്മസ്വരൂപേ പരാശക്തേ പരത്പരേ ചരാചരന്തർബാഹ്യസ്തേ സ്മരാമി ത്വം മഹാമഹാ. ഇന്ന് ഒരു സുഹൃത്ത് എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ്. പലപ്പോഴും കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നുണ്ട്. കാവുകൾക്ക് ക്ഷേത്രം എന്ന് പേരിടുകയും അതേപോലെ തന്നെ കാവുകളില്ലാത്ത വെറ്റുനിവേദ്യം കൊടുക്കുകയും തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ചെയ്യപ്പെടുന്നു. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് കണ്ണൂരിലുള്ള ചക്കരക്കല്ല് പ്രദേശത്തു നിന്നും ഒരു കത്തയച്ചിരുന്നു. അതനുസരിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാവുകളെ പാരിസ്ഥിതികമായ മൂല്യത്തിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. നമ്മുടെ പൂർവ്വസൂരികൾ കാരണവന്മാർ ചെയ്തു വെച്ചതും അതുതന്നെയാണ്. അതായത് വൃക്ഷലതാദികൾ ഇടതിങ്ങി എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കാവിൻ്റെ ഘടന. ശരിക്കും പരിസ്ഥിതിക്ക് അനുകൂലം വരുന്നത്. ഒരിക്കൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഈ കാവുകളെ സംരക്ഷിക്കാൻ വേണ്ടി കാവിന് ചുറ്റും ഫെൻസ് നിർമ്മിച്ചാൽ മതിയാവില്ലേ എന്ന്. ഉടനെ ഞാൻ മറുപടി പറഞ്ഞു, ഫെൻസ് നിർമ്മിക്കുന്നത് നല്ലത് തന്നെയാണ്. അതേ അവസരത്തിൽ കാവിനുള്ളിൽ ഒരു തിരി കത്തിച്ചാൽ അതവിടെ സംരക്ഷിക്കപ്പെടും. ഇന്ന് പല കാവുകളും സംരക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ വേലി, അതല്ലാതെ ഭൗതികമായ വേലിയല്ല. അതേ അവസരത്തിൽ ഭൗതികമായ വേലി കെട്ടുന്നത് നല്ലത് തന്നെയാണ്. അത് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ഇന്ന് കാവുകളിലെ ദേവതമാർ അത്തരം പരിസ്ഥിതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, വനദേവതമാരാണ്. ഇത് പലപ്പോഴും പറഞ്ഞു. വേട്ടയ്ക്കൊരു മകൻ, അതായത് കിരാതമൂർത്തി, ഭദ്രകാളി, മുത്തപ്പൻ, അയ്യപ്പൻ, കരിയാത്തൻ, കുട്ടിച്ചാത്തൻ തുടങ്ങിയ പല മൂർത്തികളും വനദേവതമാരാണ്. ആ വനദേവതമാർക്ക് ശ്രീകോവിൽ പണിയുമ്പോൾ, മുമ്പ് കാലത്ത് ശ്രീകോവിൽ ഉണ്ടായിരുന്നില്ല. ആ കാട്ടിനുള്ളിൽ ചിലപ്പോൾ ഒരു തറ കെട്ടി ആ തറയിൽ ഒരു ഒഴുക്ക് ശില കൊണ്ടുള്ള ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് പൂജയ്ക്ക് സമ്പ്രദായം മാത്രമേ ഉണ്ടായിരുന്നു. അന്തിത്തിരി കൊളുത്തുമെന്നല്ല, നിത്യപൂജയും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അവിടെ വെച്ച് നിവേദ്യം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ തിടപ്പള്ളിയുടെ ആവശ്യം വന്നു. വാസ്തവത്തിൽ കാവിൽ തിടപ്പള്ളിയുടെ ആവശ്യമില്ല. കാവിൽ വെച്ച് നിവേദ്യവും ആവശ്യമില്ല. കാവിൽ ആവശ്യം എന്താണ്? അവില്, മലര്, പഴം, തേങ്ങാ കഷണം, ഉണ്ട തുടങ്ങിയ നിവേദ്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. തവിട് തുടങ്ങിയ നിവേദ്യങ്ങൾ വളരെ വിശേഷമാണ്. അത് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അതും ദിവസ പൂജ ഉണ്ടാവാറില്ല. വർഷത്തിലൊരിക്കൽ കാവ് ഉണർത്തുന്ന സമ്പ്രദായമാണുള്ളത്. ഉത്സവം അന്ന് നടക്കും. അതേവരെ അവിടെ ആരും പൂജ നടത്താറില്ല. ഭക്തന്മാർ പോകാറില്ല. അവിടെ നിത്യവിളക്ക് വെക്കും. അത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാരെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുമെന്നല്ലാതെ മറ്റ് യാതൊന്നും തന്നെ ഉണ്ടാവാറില്ല. മനുഷ്യന്മാർ എത്രമാത്രം വർദ്ധിക്കുന്നു അത്രമാത്രമാണ് പരിസ്ഥിതിയെ ദ്രോഹിക്കപ്പെടുന്നത്. മനുഷ്യൻ രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ പരിസ്ഥിതിയെ ദ്രോഹിച്ചില്ലാതാക്കും, അല്ലെങ്കിൽ സ്നേഹിച്ചില്ലാതാക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതെന്തായിരുന്നു ശരി. അപ്പോൾ ഈ ദേവതയ്ക്ക് വേണ്ട തിരുവാഭരണങ്ങൾ ചാർത്തേണ്ടി വരും. അങ്ങനെ തിരുവാഭരണങ്ങളും തിരുവായുധങ്ങളും സൂക്ഷിക്കാൻ സങ്കേതം ആവശ്യമായി വന്നു പിൽക്കാലത്ത്. അങ്ങനെയാണ് അത് എന്ത് വേണം, ഉറപ്പുള്ള ഒരു സ്ഥലം വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ എടുക്കാൻ തുടങ്ങി. പുതിയ പുതിയ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങി. പിന്നീട് ഭക്തജനങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പം ഭക്തജനങ്ങൾക്ക് വേണ്ട ശൗചാലയം വേണം, ആവാസ വ്യവസ്ഥകൾ, ഇതൊക്കെ തന്നെ വേണം. അവർക്കും ആവശ്യമായി വന്നു.
അങ്ങനെ ഭക്തജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ വഴിപാട് സാധനങ്ങൾ വിൽക്കാൻ 1-2 പീടികകൾ, 2 കടകൾ അവിടെ തുടങ്ങാൻ തുടങ്ങി. അവിടെ ആവശ്യമായി വന്നു. അങ്ങനെ കടകൾ തുടങ്ങി. അപ്പോൾ വഴിപാട് സാധനങ്ങൾ തന്നെയല്ല, ഭക്തജനങ്ങൾക്ക് വേണ്ടതായ പ്രാഥമിക സൗകര്യങ്ങൾ, അതായത് ഒരു ശീതളപാനീയം കഴിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ വെറ്റില മുറുക്കണമെങ്കിൽ, ബീഡി വലിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു കഫേ തുടങ്ങി അവിടെ. അതും എന്താ തീർന്നു, ഭക്തജനങ്ങൾക്ക് അതും എന്തായി, ഭക്തജനങ്ങൾ വർദ്ധിക്കാനിടയായി. അങ്ങനെ അവിടുത്തെ പരിസ്ഥിതി അവിടെ ഇല്ലാതായി തുടങ്ങി. ഈ അവസരത്തിലായിരിക്കും ഒരുപക്ഷെ ദേവതയുടെ കഷ്ടകാലം തുടങ്ങിയാൽ ആയിരിക്കാം ഏതെങ്കിലും ഒരു പുത്തൻ പണക്കാരൻ അവിടെ പ്രവേശിക്കുന്നു. പുത്തൻ പണക്കാരൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അയാളെന്തോ ഒരു വഴിപാട് പറഞ്ഞിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വഴിപാട് പറഞ്ഞ് സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളവിടെ പറയുന്നു ഒരു കൊടിമരം സ്ഥാപിക്കാമെന്ന് പറയുന്നു. ഒന്നും അറിയാതെയാണ് വഴിപാട് നടത്തുന്നത്. കാവിൽ കൊടിമരം ആവശ്യമുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാനൊരു കൊടിമരത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഴിപാട് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ആ കൊടിമര പ്രതിഷ്ഠ നടത്തണം. ഇപ്പോൾ ഇവിടെ അമ്പലമില്ലാത്ത എന്താ വലിയ കൊടിമരം പണിയണം. പിന്നീട് എന്ത് ചെയ്യുന്നു, അയാൾ വലിയൊരു പ്രവേശന ഗോപുരം ഉണ്ടാക്കിയെടുക്കുന്നു. അവിടെ ഒരുപക്ഷെ ചുറ്റുമതിലുണ്ടാക്കിയെടുക്കും. ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച ഈ ഭഗവതി, ഈ ദേവത, ഈ ദേവൻ, ആ ദേവനെ പരമാവധി ദ്രോഹിക്കാൻ ശ്രമിക്കും, തൻ്റെ അധീനതയിലാക്കാൻ ശ്രമിക്കും. പണ്ട് പറയാറുണ്ട്, വഴിപാട് വന്നവനാണ് ഊരായ്മസ്ഥാനമെന്ന്. അങ്ങനെ അയാളങ്ങ് ഊരായ്മസ്ഥാനം അവിടെ ഏർപ്പെടുത്തും. അങ്ങനെ ഊരായ്മസ്ഥാനത്ത് വന്ന് അതേവരെയുള്ള പാരമ്പര്യ ഊരാളന്മാരൊക്കെ അധസ്ഥിതരാകും, താഴേക്കിടയിലായിത്തീരും. പാരമ്പര്യ ഊരാളന്മാരും പാരമ്പര്യ അവകാശികളും പാരമ്പര്യ സമ്പ്രദായക്കാരുമൊക്കെ തഴയപ്പെടും. പുതിയൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ഈ പുത്തൻ പണക്കാരെല്ലാം കൂടി ഒരു കൂട്ടായ്മ ഉണ്ടായി അവരായിരിക്കും അതിൻ്റെ എല്ലാം ഊരായ്മ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതേവരെ അവിടെ ദേവതയെ പരിപാലിച്ചുകൊണ്ട്, ദേവതയ്ക്ക് ഇളനീരും അവിലും തേങ്ങാപ്പൂളുമൊക്കെ കൊടുത്തുകൊണ്ട്, പഴമൊക്കെ കൊടുത്തുകൊണ്ട് ആ ദേവതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പരിപാലിച്ച ആ മനുഷ്യനെ, ആ ഒരു പൂജാരിയോ കോമരമോ ആരെങ്കിലും ഏത് പേര് വിളിച്ചാൽ ശരി, അവരും തടയപ്പെടും. അപ്പോഴാണ് അവർക്ക് തോന്നുക ഇവിടെ പ്രതിഷ്ഠിക്കുവാനും അതേപോലെ തന്നെ ഒക്കെ എന്ത് വേണം, ഒരു യോഗ്യനായൊരു തന്ത്രിയെ വേണം തോന്നും. ആ തന്ത്രിയുടെ യോഗ്യത മാത്രം പോരാ, പണം കൂടുന്തോറും വിനയം വർദ്ധിക്കണമെന്നാണല്ലോ. പക്ഷേ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പണം കൂടുന്തോറും വിനയം വർദ്ധിക്കില്ല, അഹംഭാവം മാത്രമേ വർദ്ധിക്കൂ. മറ്റ് സമുദായക്കാരെ സംബന്ധിച്ചും പണം കൂടുന്തോറും വിനയം വർദ്ധിക്കും. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പണം വർദ്ധിക്കും തോറും അഹംഭാവം വർദ്ധിക്കും. അങ്ങനെ അഹംഭാവം അത്യധികം വർദ്ധിച്ച്, പക്ഷേ എങ്കിലും ഏതെങ്കിലും ഒരാളോട് വിനയം കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് എപ്പോഴും കുമ്പിട്ടുകൊണ്ട് തിരുമേനി എന്ന് വിളിക്കുക ഒരാൾ വേണം. അങ്ങനെ ഏതെങ്കിലും ഒരു തിരുമേനി, അതേത് തിരുമേനി എന്തിരക്കില്ല, ഒരു തിരുമേനിയെ കൊണ്ടുവന്ന് അവിടെ ശാന്തി കഴിപ്പിക്കണം. അങ്ങനെ നിത്യപൂജ ഏർപ്പെടുത്തി. പിന്നെ ആ തിരുവാഭരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ തിരുവാഭരണങ്ങളൊക്കെ പണ്ട് വെച്ചത് വേറെ സ്ഥലത്താണ്, അത് ഞാൻ പറയാം. ആ തിരുവാഭരണങ്ങളൊക്കെ മുമ്പ് വെച്ചത് ഊരാളൻ്റെ വീട്ടിലായിരിക്കും. ഊരാളൻ്റെ വീട്ടിൽ ഒരു നിലവറയുണ്ടായിരിക്കും തറവാട്ടിൽ. ആ നിലവറയ്ക്കുള്ളിലാണ് തിരുവാഭരണങ്ങളും തിരുവായുധങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്നത്. ആ നിലവറയിലാവട്ടെ നിത്യപൂജ ചിലപ്പോൾ നടക്കുന്നുമുണ്ടാവും. അത് ആ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്തെങ്കിലും നിവേദ്യം വെച്ച് കൊടുക്കാൻ സമ്പ്രദായം ഉണ്ടായിരിക്കാം. ഉത്സവ സമയത്താണ് ആ തിരുവാഭരണവും തിരുവായുധമൊക്കെ അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. അതാണ് തിരുവാഭരണ ഘോഷയാത്രയായി പറയപ്പെടുന്നത്, തിരുവാഭരണ ഘോഷയാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഘോഷയാത്രയോടുകൂടി കൊട്ടും വാദ്യവുമൊക്കെ ആയിട്ട് ആ തിരുവാഭരണം അവിടേക്ക് എത്തിക്കുന്നു. ഇന്ന് ആ ഊരായ്മ കുടുംബവും ഇല്ലാതായി മാറി. അപ്പോൾ ആ തിരുവാഭരണവും തിരുവായുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം വേണം. അതിന് അടച്ചുറപ്പുള്ളൊരു കെട്ടിടം വേണം. പിന്നീട്
അങ്ങനെ അടച്ചുറപ്പുള്ള കെട്ടിടം ഉണ്ടാക്കി തന്നെയല്ല, അപ്പം ദേവതയ്ക്കും സുരക്ഷിതത്വമാണ്. അപ്പം വിഗ്രഹം ഈ ഇതുവരെ ഉപാസിച്ച് വന്ന കല്ലിൻ്റെ വിഗ്രഹം മാറ്റി ഒരു ഒഴുക്ക് ശില കൊണ്ടാക്കിയാൽ അവിടെ വിഗ്രഹം ഉണ്ടാക്കിയത്, അത് മാറ്റി സ്വരൂപബിംബമാക്കി മാറ്റണം. അത് അവിടുത്തെ ധ്യാനത്തിനനുസരിച്ചാണോ അവിടുത്തെ ഭാവത്തിനനുസരിച്ചാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു സ്വരൂപബിംബം ഉണ്ടാക്കി, പഞ്ചലോഹത്തിലോ മറ്റൊരു സ്വരൂപബിംബം ഉണ്ടാക്കി അവിടെ പ്രദർശിച്ചു. അല്ലെ കല്ലിൻ്റെ വിഗ്രഹമായിരിക്കും, അതും പ്രദർശിച്ചു. അപ്പോഴാണ് പറയുന്നത് ഈ ദേവിക്ക് അല്ലെ ദേവന് മഞ്ഞും വെയിലും മഴയോ കൊള്ളേണ്ടതാണെന്ന് പറയുമ്പോൾ എന്തു ചെയ്യും? ആ നടുക്ക് ഭാഗം മാത്രം ഒരു സുഷിരം വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? ചുമര് കൊണ്ട് ബന്ധിക്കും. വെയിലും മഴയും മഞ്ഞോ കൊള്ളാൻ വേണ്ടി ദേവൻ്റെ മൂർധാവിൻ്റെ ഭാഗത്ത് മാത്രം ഒരു സുഷിരം വെക്കും. ഇത്തരത്തിലുള്ള ഒരു ഘടനയായി മാറി. ഇത്തരത്തിൽ പരിസ്ഥിതിയെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടുള്ളതായ ഒരു പരിഷ്കാരമാണ് വാസ്തവത്തിൽ ഈ കാവുകളിലൊക്കെ വന്നു ചേരുന്നത്. പിന്നീട് അതനുസരിച്ച് എന്ത് ഉണ്ടായി? വഴിപാടുകൾ തുടങ്ങി. തുലാഭാരം, ചോറൂണ് എന്ന് തുടങ്ങിയ വഴിപാടുകൾ. അപ്പോൾ അവിടെ കാശുണ്ടാക്കണമല്ലോ. കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമേ പരിപാലന സമിതിക്ക് താല്പര്യമുള്ളൂ. കാശുണ്ടാക്കണം, ജനങ്ങൾ കൂടണം, വളരെ വലിയ ഉത്സവം നടത്തണം, കലാപരിപാടികൾ വേണം, കരിമരുന്ന് വേണം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഉള്ളിൽ ദേവൻ്റെ കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ദേവന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല പിൽക്കാലത്ത് ചെയ്യുന്നത്, ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു പോരുമ്പോഴാണ് ഇവിടെ ആ ദേവൻ്റെ കാര്യത്തിൽ പല വഴിപാടുകളും വെച്ച് സത്യത്തിൽ ആകപ്പാടെ അലങ്കോലപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് കാണുന്നത്.